ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ. യെസ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ദുബായ് മിറാക്കിൾ ഗാർഡനിൽ നിന്നുള്ള കുറച്ച് വിഷ്വൽസ് ആണ്. ഈ സമ്മർ സീസണിൽ എങ്ങനെ മിറാക്കിൾ ഗാർഡൻ എന്ന് ചിന്തിക്കേണ്ട കേട്ടോ. ഇതൊരു 6 months ബാക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു ഈവനിങ് 4:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. ഇവിടുത്തെ എൻട്രൻസ് ഫീ വരുന്നത് അഡൽസിന് 100 ദിറംസും കുട്ടികൾക്ക് 85 ദിറംസും ആണ്. പക്ഷേ റെസിഡൻസ് വിസ ആണെങ്കിൽ അഡൽസിന് 60 ദിറംസേ വരുന്നുള്ളൂ കേട്ടോ, കുട്ടികൾക്ക് 40 ദിറംസും. അപ്പോൾ ഈ കുലുക്കി മറിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബബിൾ ടീ എന്ന് പറയുന്നത്. അവിടെ എൻട്രൻസ് തന്നെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് കരുതി. ആക്ച്വലി ഇതെന്താ സംഭവം എന്നറിയില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. ഇത് പല ഫ്ലേവേഴ്സിൽ വരുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ചത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. ചായയുടെ യാതൊരു വികാരവും ഇല്ല, പേരിൽ മാത്രമേ ടീ ഉള്ളൂ എന്നുള്ളത് കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് മനസ്സിലായത്. പിന്നെ ഇത് അത്ര ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ല. അഞ്ച് ലക്ഷം പൂക്കൾ കൊണ്ട് നിർമ്മിച്ച എമിറേറ്റ്സ് 380 എന്ന് പറയുന്ന ഒരു വിമാനമാണിത് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ സീസണിലും ഈ ഒരു വിമാനത്തിന് ഇവിടെ മാറ്റം ഉണ്ടാവാറില്ല എന്നുള്ളത്. പിന്നെ ഇവിടെ ഇതേപോലെയുള്ള കുറേ ഷോപ്പുകളുണ്ട്. പിന്നെ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിനുള്ളിലുണ്ട് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് പ്ലേ ഏരിയാസ് ഉണ്ട്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് നടന്നാൽ നമുക്ക് ഇതേപോലെ പച്ച പുല്ല് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെൻഗിനും ആനയും കുതിരയും ഒക്കെ കാണാം കേട്ടോ. ഈ സീസണിൽ ഉൾപ്പെടെ ഞാനിപ്പോൾ മിറാക്കിൾ ഗാർഡനിൽ പോകുന്നത് 3ാമത്തെ തവണയാണേ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2013 ഇവിടെ ഫസ്റ്റ് ടൈം മിറാക്കിൾ ഗാർഡൻ ഓപ്പൺ ആവുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അതായത് +2 എൻ്റെ കൂടെ പഠിച്ച ആര്യ, അവരുടെ ഫാമിലീസ് എല്ലാം ഉണ്ടായിരുന്നു. ആര്യ ഇവിടെ വിസിറ്റിന് വന്ന ടൈമിലാണ് ഞങ്ങൾ 2015 ഇവിടെ പോകുന്നത് ആദ്യമായിട്ട്. ആ 10 വർഷം മുന്നേ ഉള്ള ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഞാനിവിടെ വെട്ടിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒക്കെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, എത്രയോ വർഷങ്ങളായിട്ട് നാടും വീടും വിട്ട് ദുബായിൽ വന്ന് ജോലി ചെയ്യുന്ന, എന്നാൽ ഇതുപോലുള്ള യാതൊരുവിധ സംഭവങ്ങളും കാണാനോ ആസ്വദിക്കാനോ കഴിയാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. സ്വന്തം പ്രാരാബ്ദങ്ങൾക്ക് മുന്നിൽ ജീവിതവും സന്തോഷവും ഒക്കെ മാറ്റിവെച്ച കുറേ മനുഷ്യർ. ഏകദേശം 7 ലിറ്ററിലധികം വെള്ളം, അതായത് വേസ്റ്റ് വാട്ടർ ശുദ്ധീകരിച്ചിട്ടാണ് ഇവിടെ ഈ ചെടികളൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യുന്ന ടൈമിലൊന്നും അങ്ങനെയുള്ള മെയിൻ്റനൻസ് വർക്കോ, അതായത് ഈ ചെടി നനയ്ക്കുന്ന അങ്ങനെയുള്ള ആളുകളൊന്നും നമുക്കവിടെ കാണാൻ പറ്റില്ല. അതൊക്കെ അവർ ഇത് ക്ലോസ് ആയിട്ടുള്ള മീൻസ് ഇതിൻ്റെ വിസിറ്റേഴ്സ് ടൈം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടേക്ക് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ താമസിക്കുന്നത് ബുർജുമാൻ മെട്രോ സ്റ്റേഷൻ അടുത്താണ്. അപ്പം ബുർജുമാനിൽ നിന്നും മോൾ ഓഫ് എമിറേറ്റ്സ് മെട്രോ ഇറങ്ങിയിട്ട് അവിടുന്ന് ഡയറക്റ്റ് എപ്പോഴും മിറാക്കിൾ ഗാർഡനിലേക്ക് ബസ് ഉണ്ടാവും. തിരിച്ചു വന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. എത്ര പൂക്കൾ കണ്ടാലും ഈ സൂര്യകാന്തി പൂവിനോടൊരു അട്രാക്ഷൻ വേറെയാണ് അല്ലേ. എനിക്കങ്ങനെയാണ്. പക്ഷേ ഇത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ ഒരുപാട് സൂര്യകാന്തി പൂക്കളുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് ഫോട്ടോ എടുത്താലും മതിയാവാത്ത അത്രയും സൂര്യകാന്തി ചെടികൾ ഒരു ഭാഗത്തുണ്ട് ഇവിടെ.
ഇനി ഈ കാഴ്ചകളൊക്കെ നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഇലക്ട്രിക് കാർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെന്തോ ഒരു ചെറിയ എമൗണ്ട് ഉണ്ട്, അത് കൊടുത്തിട്ട് നമുക്ക് അത് യൂസ് ചെയ്തിട്ട് ചുറ്റി നടന്ന് കാണാം ട്ടോ. പിന്നെ ഇവിടുത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ ആണ് ഇതുപോലുള്ള ഹാർട്ട് പാസേജുകൾ. ഇതിനുള്ളിൽ ഇതിങ്ങനെ പല കളറിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ അങ്ങ് കുറേ ദൂരത്തോളം ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല രസമാണ്. പിന്നെ അത് അങ്ങ് ദൂരത്തായി കാണുന്നത് ഒരു വീട് പോലുള്ള സംഭവമാണ് കേട്ടോ. അത് കുറച്ച് ഹൈറ്റിലാണ്, അങ്ങോട്ട് നമുക്ക് പോകണം കയറിയിട്ട്. അതിന് സൈഡിലായിട്ട് ഇതേപോലെ വലിയൊരു ഫ്ലോറൽ ക്ലോക്ക് ഉണ്ട്. ക്ലോക്കിന്റെ 2 സൈഡിലും ഡിഫറെന്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 2 പീക്കോക്കുകളും ഉണ്ട്. അങ്ങനെ നമ്മളിതാ കയറി മുകളിലേക്ക് പോവാണ്, ആ വീട് പോലുള്ള സ്ഥലത്തേക്ക് പോവാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് മേലെ നിന്നാൽ നമുക്ക് താഴെയുള്ള വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കാണാം. താഴെയുള്ള സംഭവങ്ങൾ മൊത്തം അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം. ഈ കാണുന്നത് ഒരു അംബർല ടണലാണ്. ഇതിനുള്ളിൽ ഡിഫറെന്റ് കളേഴ്സിലുള്ള അംബർലാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് താഴെ കുറെ കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. ആ കാണുന്നതാണ് വാട്ടർ വീൽസ്. അവിടെ ചെറിയൊരു ലേക്ക് പാർക്ക് ഉണ്ട്, അതിനടുത്ത് ചെറിയൊരു വുഡൻ ബോട്ടും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മുടെ ദുബായ് മിറാക്കിൾ ഗാർഡനിലെ വിശേഷങ്ങൾ. ഞങ്ങൾ തിരിച്ചു പോവാണ്. ടൈം കുറച്ച് ലേറ്റായി. പിന്നെ നടന്ന് ക്ഷീണിച്ചു. കാലൊക്കെ നല്ല വേദനയുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ആ സമയത്തൊക്കെ നല്ല തണുപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.